മണ്ഡലകാലം തുടങ്ങി 32 ദിവസം പിന്നിടുമ്പോൾ സന്നിധാനത്ത് ഇതുവരെ ദർശനം നടത്തിയത് 28 ലക്ഷം അയ്യപ്പന്മാർ. ഇന്ന് 7 മണി വരെ 18-ാം പടി ചവിട്ടി ദർശനം നടത്തിയത് 25,804 അയ്യപ്പന്മാരാണ്. മണിക്കൂറിൽ ശരാശരി 4010 അയ്യപ്പന്മാർ വീതമാണ് ഇന്ന് 18-ാം പടി ചവിട്ടുന്നത്. വിവരങ്ങളുമായി മനീഷ് നമ്മളോടൊപ്പം ചേരുകയാണ്. 210 കോടി രൂപയാണ് ഈ തീർത്ഥാടന കാലത്തെ വരുമാനം ഇതുവരെ എന്നത് കൂടി അതിന്റെ കൂടെ ചേർക്കേണ്ടതുണ്ട്. മുൻ വർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ വലിയ വർധനവും ഉണ്ടായിരിക്കുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഏതായാലും 28 ലക്ഷം കടന്നിരിക്കുന്നു ഈ തീർത്ഥാടന കാലത്ത് സന്നിധാനത്തെത്തിയ അയ്യപ്പന്മാരുടെ എണ്ണം. ഇത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതലാണോ? ഒപ്പം തന്നെ വരുമാനത്തിലും വൻ വർധനമാണല്ലേ? മനു, വെരി ഗുഡ് മോർണിംഗ് മനു. ശബരിമലയിൽ ഇന്നും തീർത്ഥാടകരുടെ വലിയൊരു തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ശബരിമലയിൽ ഇപ്പോൾ 1 മാസം പിന്നിട്ടിരിക്കുന്നു നട തുറന്ന്. ശബരിമലയിൽ എത്തിയ തീർത്ഥാടകരുടെ എണ്ണം എന്ന് പറയുന്നത് 28 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. ഇത് മുൻ വർഷത്തേക്കാൾ വളരെയധികം കൂടുതലാണ്. ഏകദേശം 5 ലക്ഷത്തിലധികം അയ്യപ്പന്മാർ അധികമായി ഈ വർഷം ശബരിമല സന്നിധാനത്ത് എത്തി എന്നുള്ളതാണ്. മറ്റൊന്നെന്ന് പറയുന്നത് ഇതുവരെ ഈ മണ്ഡലകാലം ആരംഭിച്ച് ഇതുവരെയായിട്ടുമുള്ള തീർത്ഥാടനത്തിലെ വരുമാനം എന്ന് പറയുന്നത് 210 കോടി രൂപയായിരിക്കുന്നതാണ്. ഇതിൽ 106 കോടി രൂപ അരവണ വിൽപ്പനയിലൂടെ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റുള്ളവ നടവരവായിട്ടും മറ്റ് കാണിക്കയായിട്ടും അല്ലെങ്കിൽ ആളുകൾ മറ്റ് വഴിപാടുകളായിട്ടും നേർന്നിട്ടുള്ള പൈസയാണ്. ഇത്തരത്തിൽ ഇതും മുന്നുള്ള വർഷത്തേക്കാൾ വലിയ രീതിയിൽ കൂടുതലാണ്. ഇത്തരത്തിൽ വലിയ രീതിയിൽ അയ്യപ്പന്മാർ എത്തുന്നുണ്ട്. ശബരിമലയിൽ തിരക്കുണ്ട്. വലിയ രീതിയിൽ തന്നെ എല്ലാവരും തിരക്കുണ്ടെങ്കിൽ തന്നെ ആർക്കും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല. ഇത് ആദ്യ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി, ഒരു തീർത്ഥാടന കാലം പരാതികളോ പരിഭവങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു തീർത്ഥാടന കാലമായിരിക്കണം ഇതെന്ന്. അതേപടി തന്നെയാണ് ഇപ്പോൾ 1 മാസം പിന്നിടുമ്പോൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും തന്നെ ഒരു പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ദർശനം ലഭിക്കുന്നുണ്ട്. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മനു, ഇന്നലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിൻ്റെ അധ്യക്ഷതയിൽ ശബരിമലയിൽ ഒരു യോഗം ചേരുകയുണ്ടായി. യോഗവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാധ്യമങ്ങളെ കണ്ടു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറയുന്നത് റീഫണ്ടുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ശബരിമലയിൽ ഉയർന്നിരുന്നത്. അതായത് താമസത്തിന് മുറിയെടുക്കുന്നവർക്ക് നമുക്ക് 2 മാർഗത്തിലൂടെയാണ് ശബരിമലയിൽ അക്കോമഡേഷൻ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടുമാണ്. ഓൺലൈനിൽ നമ്മൾ പൈസ കൊടുത്ത് റൂം എടുക്കുമ്പോൾ അതിനകത്തൊരു ഡെപ്പോസിറ്റ് തുകയുണ്ട്. അത് നമ്മൾ റൂം വെക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തിരികെ ലഭിക്കും. അപ്പോൾ ഈ പൈസ തിരികെ ലഭിക്കുന്നില്ല എന്ന് ചില അയ്യപ്പന്മാർ ഒരു പരാതി പറഞ്ഞിരുന്നു. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് ചെയ്യുന്നവർക്ക് സാങ്കേതികപരമായിട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. സെർവർ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ അവർക്ക് പണം തിരികെ ലഭിക്കാതെ വന്നു. മറ്റൊന്നെന്ന് പറയുന്നത് ഓഫ്ലൈനായിട്ട് ബുക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് നമ്മൾ ബുക്ക് ചെയ്യാൻ നിൽക്കുന്ന ആ ക്യൂ അല്ലെങ്കിൽ ആ കൗണ്ടറിൽ തന്നെ വന്നിട്ട് വേണം ഇത് പൈസ റീഫണ്ട് തിരികെ വാങ്ങിക്കേണ്ടത്. അപ്പോൾ തിരക്ക് അല്ലെങ്കിൽ ആൾ കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ ആളുകൾ ഇത് വാങ്ങാണ്ട് തിരികെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇത് പരാതി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്തരത്തിൽ ഒരു പ്രത്യേക കൗണ്ടർ തന്നെ ഇവിടെ പ്രത്യേക കൗണ്ടർ ഇന്നലെ മുതൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറയുന്നത് അരവണ വിൽപ്പനയിലെ നിയന്ത്രണമായിരുന്നു. ഏകദേശം ഒരാൾക്ക് 20 ടിൻ അരവണയാണ് നിലവിൽ നൽകുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ സൂചിപ്പിച്ചത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 45 ലക്ഷത്തിലധികം ആദ്യം ഉൽപ്പാദിപ്പിച്ച് കരുതൽ ശേഖരത്തിലുണ്ടായിരുന്നു. അപ്പോൾ പ്രതിദിനം 3.5 ലക്ഷമാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അത്രയും തന്നെ ആയിരുന്നു ലക്ഷ്യം. അതായത് 3.5 ലക്ഷം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 3 ലക്ഷത്തോളം ചെലവ് വരും എന്ന കണക്കായിരുന്നു ആദ്യഘട്ടത്തിൽ ദേവസ്വം ബോർഡിനുണ്ടായിരുന്നത്. എന്നാൽ ആ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ ആ ഉദ്ദേശിച്ചതിനേക്കാൾ വളരെയധികം കൂടുതലായിരുന്നു വിൽപ്പന നടക്കുന്നത്. ഏകദേശം 3.5 ലക്ഷം ഉൽപ്പാദിപ്പിക്കുമ്പോൾ 4.5 ലക്ഷത്തിലധികം വിറ്റുപോകുന്നൊരു സാഹചര്യം. അപ്പോൾ കരുതൽ ശേഖരത്തിൽ നിന്നും പ്രതിദിനം ഓരോ ലക്ഷം വെച്ച് ഇത്തരത്തിൽ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ഓരോ അയ്യപ്പന്മാർ വരുമ്പോൾ നേരത്തെ അനിയന്ത്രിതമായ രീതിയിലായിരുന്നു അരവണ വിറ്റിരുന്നത്. ഒരാൾക്ക് 60-70 എന്ന രീതിയിലായിരുന്നു ശബരിമലയിൽ അരവണ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് മണ്ഡല പൂജ ഇപ്പം മണ്ഡലമാസം കഴിയാറായി, 41 അടുക്കുന്നു. അപ്പോൾ ഇനി മകരവിളക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തേക്കുള്ളൊരു കരുതൽ എന്ന രീതിയിലാണ് ഇത്തരത്തിൽ ചെറിയൊരു രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റുള്ള എല്ലാവർക്കും പക്ഷേ ഇത് ഇത്തരത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട് എങ്കിൽ തന്നെ ആർക്കും അരവണ ലഭിക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഇല്ല. വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് വരുന്ന തിരക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ചെറിയ നിയന്ത്രണം ആ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആർക്കും അരവണ കിട്ടാതെ പോകുന്ന ഒരു സാഹചര്യവുമില്ല. ഏറ്റവും മനോഹരമായ രീതിയിൽ തന്നെ ഈ തീർത്ഥാടന കാലം കഴിഞ്ഞു പോകുന്നു എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള സത്യപരമായ കാര്യമെന്ന് പറയുന്നത്. അതാണല്ലോ ഇപ്പോൾ മനീഷ് അവിടെ നിന്ന് തത്സമയം നമുക്ക് കാണിച്ചു തന്നതും.